നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിട്ടാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സംസ്ഥാനമാണ് കേരളം. എല്ലാം കൊണ്ടും തികഞ്ഞ സംസ്ഥാനമാണ് കേരളം എന്ന് അവകാശപ്പെടുന്നില്ലെങ്കിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. അതിപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളാലും ജീവിത നിലവാരത്താലും എല്ലാം കൊണ്ടും തന്നെ കേരളം പല മേഖലകളിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ജീവിത നിലവാരത്തിലും അടിസ്ഥാന സൗകര്യങ്ങളിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം മുന്നിലാണ്. മികച്ച സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങി ജനങ്ങൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളം വളരെയധികം മുന്നിലാണ്. ഇനി നമ്മൾ മലയാളികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വളരെ സെക്കുലർ ആയിട്ടുള്ള ഒരു ജനതയാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങളെപ്പോലെ ജാതി ചിന്തകൾ നമുക്കിടയിൽ വളരെയധികം കുറവാണ്. ഇപ്പോൾ ഇങ്ങനെയെല്ലാം പറയുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം കേരളത്തെയും മലയാളികളെയും വളരെ മോശമായി ചിത്രീകരിക്കുവാൻ ഒരു കൂട്ടം ആളുകൾ വളരെയധികം കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. അവർ പലപ്പോഴും കേരളത്തിലെ ജനങ്ങളെയും വളരെ മോശമായിട്ടാണ് പലപ്പോഴും ചിത്രീകരിക്കാറ്. നിങ്ങൾ ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവുന്നതാണ്. ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓരോ ദിവസവും നൂറുകണക്കിന് പോസ്റ്റുകളാണ് കേരളത്തിനെതിരെ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പോസ്റ്റുകളെല്ലാം കാണുമ്പോൾ തന്നെ ഇവയൊന്നും സത്യമല്ലെന്നും അഥവാ തന്നെ ഒരു പോസ്റ്റ് അത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയാണെന്നും നമുക്ക് മനസ്സിലാകും. നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഇത് കരിക്കി എന്ന വെബ് സീരീസിലെ ഒരു രംഗമാണ്. എന്നാൽ ഇത് നോർത്തിൽ പ്രചരിച്ചത് കേരളത്തിലെ BJP പ്രവർത്തകനായ ഒരാളെ തൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിച്ചു എന്ന പേരിൽ ഒരുപാട് ആളുകൾ കൂട്ടമായി ചേർന്ന് മർദ്ദിച്ചു എന്ന പേരിലായിരുന്നു. ഇത് അന്ന് സോഷ്യൽ മീഡിയ ഒരുപാട് ഘോഷിച്ച ട്രോളുകളിലൊന്നായിരുന്നു. എന്നാൽ ഇത് ആദ്യം നമുക്ക് ഒരു കോമഡിയായി തോന്നുമെങ്കിലും പിന്നീടാണ് ഇതിൻ്റെ ഉള്ളിലെ ഒരു അപകടം മനസ്സിലാകുന്നത്. അത് കേരളം പുറത്തുള്ളവരുടെ മനസ്സിൽ ഒരു ഭീകര സ്റ്റേറ്റായി പ്രചരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതുപോലെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ചുനാൾ മുമ്പ് കേരളത്തിലെ വയനാട് ജില്ലയിൽ വെച്ച് ഒരു സംഭവമുണ്ടായി. തോട്ടകൃഷി നശിപ്പിക്കുന്ന പന്നിയെ കൊല്ലുന്നതിന് വേണ്ടി ഉപയോഗിച്ച പന്നിപ്പടക്കം തട്ടി ഗർഭിണിയായ ഒരു ആനയുടെ തുമ്പിക്കൈ നഷ്ടമായി. തുടർന്ന് ഏതാനും നാളുകൾ കൊണ്ട് ആ ആന ചെരിയുകയും ചെയ്തു. അത് മനഃപൂർവ്വം സംഭവിച്ചതല്ല, ഒരു അബദ്ധം സംഭവിച്ചതാണ്. എന്നിട്ട് പോലും ഇന്ത്യയിലെ മുൻനിര സെലിബ്രിറ്റികൾ അതും പറഞ്ഞ് കേരളത്തിനെതിരെ പോസ്റ്റുകൾ ഇടുകയായിരുന്നു. എന്തിനാണ് ആ പാവം ആനയെ കൊന്നതെന്നും ഷെയ്ം ഓൺ കേരള എന്നുമൊക്കെയായിരുന്നു ആ പോസ്റ്റുകൾ. അവരൊന്നും തന്നെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. കേരളത്തിൽ താമസിക്കുന്ന ഒരാൾ കേരളത്തിന് പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴാണ് കേരളം എത്രത്തോളം സുരക്ഷിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ രാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അത് എത്രത്തോളം സുരക്ഷിതമാണെന്ന് നമുക്ക് ഉറപ്പ് പറയാനാകില്ല. പലപ്പോഴും ആക്രമിക്കപ്പെട്ടേക്കാം. രാത്രിയിൽ യാത്ര ചെയ്യുന്ന ലോറി ഡ്രൈവർ ഇതുമൂലം ഒരുപാട് കൊള്ളക്കാരുടെ ആക്രമണങ്ങൾക്കും മറ്റും ഇരയാകാറുണ്ട്. ഒരുപാട് ലോറി ഡ്രൈവർമാരുടെ പണവും മറ്റും ഇങ്ങനെയുള്ള കൊള്ളക്കാർ കൊള്ളയടിക്കാറുമുണ്ട്. ഇതുപോലെ തന്നെയാണ് അവിടുത്തെ പല കാര്യങ്ങളും. അവിടെ ഒരു അക്രമം ഉണ്ടായാൽ പോലും അതിനെ നിയന്ത്രിക്കാൻ ഒരു കൃത്യമായ പോലീസ് സംവിധാനം പോലും അവിടെയില്ല. ഇവയെല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ മികച്ചതാണ്. കാരണം ഇവിടെ വളരെ മികച്ച പോലീസ് സംവിധാനമുണ്ട്, സാക്ഷരതാ ബോധമുള്ള ജനങ്ങളുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അനുസരിച്ച് പല മേഖലകളിലും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. എന്നിട്ട് പോലും ഇന്ത്യയിലെ പല മേഖലകളിലും മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിനെതിരെ കേരള സ്റ്റോറി, റെബൽ എന്നിങ്ങനെയുള്ള പ്രോപ്പഗണ്ട സിനിമകൾ പടച്ചുവിടുവാൻ ഒരു വിഭാഗം ഇവിടെയുണ്ട് എന്ന് പറയുന്നത് ഒരു അവിശ്വസനീയമായ കാര്യമാണ്. ഈ വിഭാഗങ്ങൾക്ക് പലരുടെയും പിന്തുണയും സഹായവും ലഭിക്കുന്നുണ്ടെന്ന് മറ്റൊരു കാര്യമാണ്. അതിനുള്ള വലിയൊരു ഉദാഹരണമാണ് 2023 റിലീസായ ദ കേരള സ്റ്റോറി എന്ന ചിത്രം. കേരളത്തിൽ നിന്നും IS-ൽ ചേരാൻ പോയ ഒരു യുവതിയുടെ കഥയാണ് എന്ന് പറയുന്ന ഒരു സിനിമയാണിത്. ഈ പ്രോപ്പഗണ്ട ചിത്രം മൂലം കേരളം ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റായി ഒരുപാട് പേരുടെ മുന്നിൽ ചിത്രീകരിക്കപ്പെട്ടു. കുറച്ചുകൂടെ വിശദമായി പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ മലയാളിയായ ഒരു യുവതിയും അവരുടെ സുഹൃത്തുക്കളും ഒരു ടെററിസ്റ്റ് ഗ്യാങ്ങിന്റെ ചതിയിലാവുകയും തുടർന്ന് IS-ലേക്ക് എത്തുന്നതുമാണ് കഥ. ഈ സിനിമ ലോകമെമ്പാടുമായി ഏകദേശം 300 കോടിയിലധികം രൂപയാണ് കളക്ട് ചെയ്തത്. എന്നാൽ ഇതേ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ മറ്റൊരു ചിത്രം ഈ വർഷം റിലീസിനെത്തിയിട്ട് വെറും 10 കോടിയോളം രൂപ മാത്രമാണ് നേടുവാനായത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചെന്നാൽ കേരളം ഒരു മോശം സ്റ്റേറ്റ് ആണെന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്നാണ്. ഇനി നമുക്ക് കേരള സ്റ്റോറിയിലേക്ക് തന്നെ തിരികെ വരാം. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഈ സിനിമ എന്ന് പറയുന്നു. ആയിക്കൊള്ളട്ടെ, എന്നാൽ ആ സിനിമയ്ക്ക് എന്തുകൊണ്ട് ദ കേരള സ്റ്റോറി എന്ന പേര് നൽകണം? ദ കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ കഥയാണ്. രാവിലെ എണീറ്റ് കുളിച്ചൊരുങ്ങി IS-ൽ ചേരാൻ പോകുന്നതല്ല കേരളത്തിന്റെ കഥ.
ഏകദേശം 3.5 കോടിയോളം ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ഇതിൽ 80 ലക്ഷത്തോളം ഇസ്ലാം മതവിശ്വാസികളാണ്. ഇനി കേരളത്തിൽ നിന്നും IS-ൽ ചേരാൻ പോയ യുവതികളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഏകദേശം 3-4 അതിൽ കൂടുകയില്ല. എന്നിട്ടാണ് ആ 3-4 പേരുടെ ജീവിതകഥ എന്ന് പറയുന്ന സിനിമയ്ക്ക് 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിന്റെ സ്റ്റോറിയായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ഇടയ്ക്ക് മറ്റൊരു സിനിമ റിലീസിനെത്തിയിരുന്നു. ആ സിനിമയുടെ പേര് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നു. ആ സിനിമയുടെ പേരിൽ നിന്നും ഭാരത് എന്ന പേര് എടുത്തു മാറ്റണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെടുകയുണ്ടായി. ആ സിനിമയുടെ കണ്ടന്റ് എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും ആ സിനിമയ്ക്ക് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പേര് നൽകിയത് നല്ലതായി സെൻസർ ബോർഡിന് തോന്നിയില്ല. അതേസമയം 2-3 സ്ത്രീകൾ IS-ൽ ചേരാൻ പോയ ഒരു കഥയ്ക്ക് ദ കേരള സ്റ്റോറി എന്ന പേര് നൽകിയത് മോശമായി സെൻസർ ബോർഡിന് തോന്നിയില്ല. ആ പേര് മാറ്റണമെന്ന് പോലും സെൻസർ ബോർഡ് പറഞ്ഞില്ല. ഇതിൽ നിന്ന് തന്നെ കേരളത്തോട് കാണിക്കുന്ന വേർതിരിവ് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്ന് പറയുന്നത് അത് കേരളത്തോടുള്ള അസൂയയാണ്. കാരണം ഒരു സമയത്ത് വളരെ പിന്നോക്കം കടന്ന മലയാളി സമൂഹം ഇന്ന് ഇന്ത്യയിൽ പല മേഖലകളിലും മുന്നിട്ട് നിൽക്കുന്നു. കേരളത്തെക്കാൾ മികച്ചവരാണ് എന്ന ഭാവമുള്ള നോർത്തിലെ ചില വിഭാഗങ്ങൾക്ക് ഇത് തീരെ പിടിക്കുന്നില്ല. പിന്നെ അവർ പ്രതീക്ഷിക്കുന്ന ഒരു വർഗീയ വേർതിരിവ് അത് നമ്മുടെ ഇടയിലില്ല. അത് മറ്റൊരു കാരണമാണ്. പിന്നെ മൂന്നാമത്, നോർത്തിലെ ഒരു വലിയ വിഭാഗം അവർ വലിയ ഉയർന്ന ജാതിക്കാരാണെന്ന് വിചാരിക്കുന്നു. കേരളത്തിലുള്ളവരെ ഒരു 2ാം തരക്കാരായിട്ടാണ് അവർ കാണുന്നത്. മലയാളികളെ അവർ മലബാറികൾ എന്നാണ് വിളിക്കുന്നത്. ഇവയൊന്നും പോരാഞ്ഞതിന് അവരുടെ രീതികൾ നമ്മൾ ഫോളോ ചെയ്യണമെന്നും അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ നമ്മൾ അതിന് തയ്യാറാകുന്നില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് അവർ മലയാളികളെയും കേരളത്തെയും വളരെയധികം വെറുക്കുന്നത്. ഇങ്ങനെ എത്രയധികം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയാലും അവയൊന്നും നമ്മൾ മലയാളികളുടെ അടുത്ത് വർക്കാവില്ല എന്നുള്ളത് മറ്റൊരു സത്യം. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നമ്മൾ മലയാളികൾക്കെതിരെയായി മറ്റൊരു പ്രോപ്പഗണ്ട സിനിമയും റിലീസ് ചെയ്തിരുന്നു. റെബൽ എന്നായിരുന്നു ആ ചിത്രത്തിൻ്റെ പേര്. ഈ സിനിമയെ കുറച്ചാളുകൾ അനുകൂലിച്ചെങ്കിലും വലിയൊരു ശതമാനം തമിഴർ ഈ സിനിമയെ എതിർത്തു. അതിനാൽ തന്നെ ഈ സിനിമ വളരെ വലിയൊരു വിജയമായില്ല, മറിച്ച് വലിയൊരു പരാജയമായി തീർന്നു. ഈ സിനിമയിൽ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും വളരെ തെറ്റായിരുന്നു. മൂന്നാർ തമിഴ്നാടിൻ്റേതായിരുന്നു എന്നൊക്കെയായിരുന്നു ഈ സിനിമയിൽ വാദിച്ചിരുന്നത്. മൂന്നാറിൽ തമിഴർ കൂടുതലുള്ളതുകൊണ്ട് മൂന്നാർ ഉൾപ്പെടുന്ന ഇടുക്കി ജില്ല തമിഴ്നാട്ടിൽ ലയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തമിഴ് സംഘടനകൾ റാലി നടത്തിയ സംഭവങ്ങൾ വരെ മൂന്നാറിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ മൂന്നാറിൽ തമിഴന്മാർ വരുന്നത് ബ്രിട്ടീഷുകാർക്ക് ശേഷമാണ്. റെബൽ ഒരു പ്രോപ്പഗണ്ട സിനിമയായിട്ട് പോലും വളരെ വലിയൊരു വിഭാഗം തമിഴർ അതിനെ എതിർത്തത് വളരെ വലിയൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ട്വിറ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് #കേരള എന്ന ടാഗ് കാണുവാൻ സാധിക്കുന്നതാണ്. അതിനർത്ഥം ഈ പണി അവർ നിർത്തിയിട്ടില്ല എന്നാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നന്ദി.